അങ്ങനെ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ വന്ന് നിൽക്കുകയാണ്. റേ ഓപ്റ്റിക്സ് ആണ്. ഇതിന് മുന്നേ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, വേവ് ഓപ്റ്റിക്സ്, 3 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, 3 വർഷത്തെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, സേ എക്സാമിനേഷൻ, മോഡൽ എക്സാമിനേഷൻ, ബോർഡ് എക്സാം, ഇതിൻ്റെ എല്ലാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്ത വീഡിയോയുടെ ലിങ്കും കൂടെ അതാത് വീഡിയോയുടെ കൂട്ടത്തിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് റേ ഓപ്റ്റിക്സ് ആണ്. റേ ഓപ്റ്റിക്സിനകത്താണ് കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? റേ ഓപ്റ്റിക്സിൽ നിന്നും ഏതാണ്ട് ഒരു 8-9 മാർക്ക് വരെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി ക്വസ്റ്റ്യൻസ് റേ ഓപ്റ്റിക്സിൽ നിന്ന് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഡെറിവേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത്. എല്ലാവർക്കും അതാണ് ഒരു സംശയം, ഇമ്പോർട്ടൻറ്റ് ഡെറിവേഷൻസ് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ നേരത്തെ വീഡിയോയിലും പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഇപ്പം നിങ്ങൾ തിയറി ഒന്നും പഠിച്ചിട്ടില്ല എങ്കിൽ ഇനിയിപ്പോൾ അവസാന നിമിഷം തിയറി ആയിട്ട് പഠിക്കാൻ നിൽക്കണ്ട. എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് അതിൻ്റെ തിയറി പഠിക്കാൻ പറ്റും. ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾ തിയറി ആ ചാപ്റ്ററിൽ ഒരുവിധം പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ റേ ഓപ്റ്റിക്സിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തരാം. ഇനിയിപ്പോൾ നമ്മൾ ബോർഡ് എക്സാമിനേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മോഡൽ എക്സാമിനേഷനൊക്കെ ആകുമ്പോഴത്തേക്കും ഓരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ആൻസേഴ്സും ചെയ്തു പോകുന്ന രീതിയിലുള്ള വീഡിയോസ് ആയിരിക്കും. ഇതിപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം വൺ വേർഡ് അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസിൻ്റെ മാത്രമേ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് തരുന്നുള്ളൂ. പക്ഷേ അതിനകത്തുള്ള ഡെറിവേഷൻസിൻ്റെ ഒക്കെ ലിങ്ക് അതിൻ്റെ കൂട്ടത്തിൽ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളത് ആ ഡെറിവേഷൻ അറിയാത്തവർ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്ത് തുടങ്ങാം. 2021 മാർച്ചിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് റൈറ്റ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല എഴുതിയാൽ മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ 1/f is equal to n-1 into 1/r1 minus 1/r2 ആണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. അപ്പോൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ചോദിക്കുമ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. എന്താണ് ഇപ്പോൾ ഇക്വേഷൻ എഴുതാൻ മാത്രം ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ എന്തൊക്കെയാണ് ആ സിമ്പിൾസ് റെപ്രസെൻറ്റ് ചെയ്യുന്നതെന്നും കൂടെ എഴുതണം. എഫ് ഫോക്കൽ ലെങ്ത് ആണ്, എൻ എന്ന് പറയുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം, R1 and R2 ആർ ദ റേഡിയൈ ഓഫ് കർവേച്ചർ. ഇത്രയും കാര്യങ്ങളും കൂടെ എഴുതണം കേട്ടോ. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കുക. യൂസിങ് സ്യൂട്ടബിൾ റേ ഡയഗ്രാം പ്രൂഫ് ദാറ്റ് റേഡിയസ് ഓഫ് കർവേച്ചർ ഓഫ് എ സ്ഫെറിക്കൽ മിറർ ഇസ് ട്വൈസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്. അതായത് റേഡിയസ് ഓഫ് കർവേച്ചർ R എന്ന് പറയുന്നത് 2f ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. അത് ചെറിയൊരു ഡെറിവേഷനാണ്, അത് നമ്മുടെ വീഡിയോ ഒന്ന് കണ്ട് പഠിക്കുക കേട്ടോ. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കേ. യൂസിങ് എ സ്യൂട്ടബിൾ റേ ഡയഗ്രാം derive the relation n2/v minus n1/u equals n2 minus n1/r. അതായത് റിഫ്രാക്ഷൻ അറ്റ് എ സ്ഫെറിക്കൽ സർഫസിൻ്റെ ഡെറിവേഷൻ ആണ്. അത് വെച്ചിട്ടാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യുന്നത്. വളരെ എളുപ്പമുള്ളൊരു ഡെറിവേഷൻ ആണ് രണ്ടും. റേ ഓപ്റ്റിക്സിൻ്റെ എല്ലാ ഡെറിവേഷൻസും ഭയങ്കര എളുപ്പമാണ്, രസമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഡെറിവേഷൻസ് ആണ്. നിങ്ങളൊന്നും തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഡെറിവേഷനും നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പോൾ ഡെറിവേഷൻസ് എഴുതി വെച്ചോണേ. നെക്സ്റ്റ്, ഡ്രോ എ റേ ഡയഗ്രാം ഷോയിങ് ദ ഇമേജ് ഫോർമേഷൻ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ് ആണ്. അതിൻ്റെ റേ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ ടെലസ്കോപ്പിൻ്റെ ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷനും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ലെങ്ത് ഓഫ് ദ ടെലസ്കോപ്പ്, ഫോക്കൽ ലെങ്ത് അല്ല, ഫോക്കൽ ലെങ്തിൻ്റെ ടേംസിൽ ലെങ്ത് ഓഫ് ദ ടെലസ്കോപ്പ് ട്യൂബ് ഇൻ ടേംസ് ഓഫ് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവ് ആൻഡ് ഐ പീസ്. അതായത് ലെങ്ത് ഓഫ് ദ ടെലസ്കോപ്പ് എന്ന് പറയുന്നത് FO പ്ലസ് FE ആണ് ഇക്വേഷൻ. FO എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റീവും FE എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ഓഫ് ദ ഐ പീസുമാണ്. എന്താണ് ഒബ്ജക്റ്റീവ്? ഒബ്ജക്റ്റിൻ്റെ അടുത്ത് വെക്കുന്നതാണ് ഒബ്ജക്റ്റീവ്, കണ്ണിൻ്റെ അടുത്ത് വെക്കുന്നതാണ് ഐ പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ മാത്രമായിട്ടാണ് ഒരു വീഡിയോ ഉള്ളത്. അതിനകത്ത് സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും ടെലിസ്കോപ്പും ഒക്കെ ഡയഗ്രാമൊക്കെ എങ്ങനെ വരയ്ക്കുന്നതെന്നൊക്കെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. അത് വരയ്ക്കാൻ അറിയാത്തവർ അത് നോക്കിയിട്ടൊന്ന് പഠിച്ചേക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ്, ഡ്രോ എ റേ ഡയഗ്രാം ഷോയിങ് എ റേ ഓഫ് ലൈറ്റ് പാസിംഗ് ത്രൂ എ ട്രയാങ്കുലർ ഗ്ലാസ് പ്രിസം. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മെറ്റീരിയൽ ഓഫ് ദ പ്രിസം. അതായത് നമ്മുടെ പ്രിസം ഫോർമുല. അപ്പോൾ അത് അടുത്ത ഡെറിവേഷൻ കണ്ടോ. ഇപ്പോൾ 2021 മാർച്ചിൽ ചോദിച്ച 5 ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം. ആദ്യത്തത് മാത്രമാണ് റൈറ്റ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല എന്ന് ചോദിച്ചാൽ, ബാക്കിയൊക്കെ ഡെറിവേഷൻസ് ആണ്. ലെൻസ് മേക്കേഴ്സ് ഫോർമുല, പ്രിസം ഫോർമുല, ദെൻ ഈ റിലേഷൻ ഡിറൈവ് ചെയ്യാനായിട്ട് പിന്നെന്താണ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പിൻ്റെ ഇക്വേഷൻ റേ ഡയഗ്രാം വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് എഴുതി വെച്ചോളൂ. ഓക്കെ, റേ ഓപ്റ്റിക്സ് പഠിച്ചിട്ടില്ല എന്ന് സങ്കടപ്പെടേണ്ട. ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ റേ ഓപ്റ്റിക്സ് പഠിച്ച് കഴിഞ്ഞിരിക്കും കേട്ടോ. A spherical mirror is a mirror with a curved reflecting surface. What is the relation between focal length and radius of curvature of a spherical mirror? R is equal to 2f. അപ്പോൾ what is the relation എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ.
പ്രൂവ് ദാറ്റ് ഫോർ എ കോൺകേവ് മിറർ. അടുത്ത നോക്കൂ, മിറർ ഫോർമുല 1/v + 1/u = 1/f. ലെൻസ് ഫോർമുല നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുലയുടെ ഇടയിൽ വരുന്നുണ്ട് ലെൻസ് ഫോർമുലയുടെ ഡെറിവേഷൻ. അത് കുഞ്ഞൊരു ഡെറിവേഷൻ ആയിട്ടാണ്. ഇത് മിറർ ഫോർമുലയുടെ ഡെറിവേഷൻ. അപ്പോൾ അടുത്ത ഇക്വേഷൻ, അടുത്ത ഡെറിവേഷൻ്റെ ക്വസ്റ്റ്യൻ എഴുതി വെച്ചോ, മിറർ ഫോർമുല. Next, when a ray of light obliquely enters another medium, it undergoes changes at the interface of the two media. States Snell's law of refraction. അപ്പോൾ സ്നെൽസ് ലോ എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ ഒരു റിഫ്രാക്റ്റിംഗ് സർഫസ് ഉണ്ട്, ഇതാണ് പെർപെൻഡിക്കുലർ എങ്കിൽ ഒരു റേ ഇങ്ങനെ വന്ന് വീഴുകയാണ്. ഇത് റെയറർ മീഡിയവും ഇത് ഡെൻസർ മീഡിയം ആണെങ്കിൽ ഈ റേ എന്ത് ചെയ്യും, നോർമലിൻ്റെ അടുത്തേക്ക് ബെൻഡ് ചെയ്യും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ആൻഡ് ദ നോർമൽ. ഇറ്റ് ഈസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതെന്താണ്, ദിസ് ഈസ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ആംഗിൾ ബിറ്റ്വീൻ ദ നോർമൽ ആൻഡ് ദ റിഫ്രാക്റ്റഡ് ലൈറ്റ് ആണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സ്നെൽസ് ലോ അനുസരിച്ച് sin I / sin r എന്ന് പറയുന്നത് എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഈ കോൺസ്റ്റൻറ്റിനെ പറയുന്ന പേരാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ട് മീഡിയം ഉണ്ട്. ഏത് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്? ഇതിൻ്റെത് N1 ഇതിൻ്റെ N2 ആണെങ്കിൽ റിഫ്രാക്റ്റഡ് ലൈറ്റ് വന്ന് കിടക്കുന്നത് ഏത് മീഡിയത്തിലാണ്? N2ലാണല്ലോ. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് N2/N1, അതായത് റിഫ്രാക്റ്റഡ് റേ ഏത് മീഡിയത്തിലാണോ ആ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം കിട്ടുന്നത് കേട്ടോ. അതാണ് സ്നെൽസ് ലോ എന്ന് പറയുന്നത്. Next, refraction at a spherical surface can be explained using this relation. Using this, derive lensmaker's formula. പഠിച്ചോണേ, lensmaker's formula derivation പഠിച്ചോണം. A concave lens always produces എന്ത് ഇമേജ് ആണ് കോൺകേവ് ലെൻസ് പ്രൊഡ്യൂസ് ചെയ്യുക? വെർച്വൽ ഇമേജ് ആണ്. കോൺകേവ് ലെൻസ് വെർച്വൽ ഇമേജ് ആണ്. കോൺവെക്സ് ലെൻസിന് റിയൽ ഇമേജും വെർച്വൽ ഇമേജും ഫോം ചെയ്യാൻ പറ്റും. അതുപോലെ കോൺവെക്സ് മിറർ വെർച്വൽ ഇമേജ് ആണ് ഫോം ചെയ്യുക, പക്ഷേ കോൺകേവ് മിററിന് റിയൽ ഇമേജും വെർച്വൽ ഇമേജും ഫോം ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, 2022 ചോദിച്ച ചോദ്യം, ലൈറ്റ് വേവ്സ് ആർ ഡാഷ് ഇൻ നേച്ചർ. ലൈറ്റ് വേവ്സ് ആർ ട്രാൻസ്വേഴ്സ് വേവ് ഇൻ നേച്ചർ. ട്രാൻസ്വേഴ്സ് ആണ് കേട്ടോ ലൈറ്റ് വേവ്സ്. ഒപ്റ്റിക്കൽ ഫൈബേഴ്സ് മേക്ക് യൂസ് ഓഫ് ദ ഫിനോമിനൻ ഓഫ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ. കണ്ടീഷൻസ് ഓഫ് TIR ഇപ്പോൾ താഴേക്ക് വരുന്നുണ്ട്, അപ്പോൾ ഞാൻ അവിടെ പറയാം. ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ ആണ് ഒപ്റ്റിക്കൽ ഫൈബേഴ്സ്. അതുപോലെ ബ്രില്യൻസ് ഓഫ് ഡയമണ്ട്, മിറാഷ്, ഇതൊക്കെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് f = 0.5 meter for a glass lens, what is the power of the lens? എന്താണ് പവറും ഫോക്കൽ ലെങ്ത്തും തമ്മിലുള്ള റിലേഷൻ? പവർ എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും. ഈ ഫോക്കൽ ലെങ്ത് മീറ്റേഴ്സിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 1/0.5 ദാറ്റ് ഈസ് ഈക്വൽ ടു 10/5 എന്നെടുക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു 2 diopter. ഓക്കെ, പവർ ഓഫ് ദ ലെൻസ് 2 diopter ആയിരിക്കും ഉണ്ടാവുക. യെസ്, അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോക്കൽ ലെങ്ത് മീറ്റേഴ്സ് തന്നെ ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ സെൻറ്റിമീറ്റേഴ്സിലാണ് തന്നിരിക്കുന്നതെങ്കിൽ അതിനെ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് നാളത്തെ പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ മോഡലിനോ ബോർഡിനോ ഒക്കെ പ്രതീക്ഷിക്കാം. ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഡിയ ഓഫ് കർവേച്ചർ ഓഫ് ദ ഫേസസ് ഓഫ് എ ഡബിൾ കോൺവെക്സ് ലെൻസ് ആർ 10 cm and 15 cm. ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ഇസ് 12 cm. വാട്ട് ഈസ് ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ്? അപ്പോൾ ഒരു ഡബിൾ കോൺവെക്സ് ലെൻസ് ആണ് തന്നിരിക്കുന്നത്. ഡബിൾ കോൺവെക്സ് ലെൻസ് എന്ന് പറയുന്നത് ഇതാണ് സംഭവം. നമുക്കറിയാം ഡബിൾ കോൺവെക്സ് ലെൻസിന് 2 റേഡിയസ് ഓഫ് കർവേച്ചറും 2 ഫോക്കൽ ലെങ്ത്തും ഉണ്ടല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള റേഡിയസ് ഓഫ് കർവേച്ചർ R1 ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് R2 ആണ്. അപ്പോൾ R1 തന്നിരിക്കുന്നത് 10 cm ആണ്. R2 നമ്മൾ സൈൻ കൺവെൻഷൻ ഉപയോഗിച്ച് എഴുതുമ്പോൾ -15 cm എന്ന് എഴുതാൻ മറന്നു പോകരുത്. ഫോക്കൽ ലെങ്ത് തന്നിരിക്കുന്നത് 12 cm ആണ്, പക്ഷേ ഇത് കോൺവെക്സ് ലെൻസ് ആയതുകൊണ്ട് പോസിറ്റീവ് ആണ്. അപ്പോൾ നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഉപയോഗിക്കുക. 1/f = n-1 × 1/r1 - 1/r2 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1/12 = നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ ഗ്ലാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. 1/r1 എന്ന് പറയുന്നത് 10 ആണ്, -1/15. അപ്പോൾ മൈനസ് ഓഫ് മൈനസ് എന്തായി, +15 അല്ലേ, പ്ലസ് ആയി. സോ അവിടെ നമുക്ക് +1/15 എന്ന് കൊടുക്കാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുക. n-1 × ഇതെന്തായിരിക്കും വരിക, 25/150 എന്ന് വരും അല്ലേ. 25/150 എന്ന് പറഞ്ഞാൽ 25/6 അല്ലേ, 150. അപ്പോൾ ദാറ്റ് ഈസ് 1/12. അതുപോലെ ഇവിടെ 12ഉം 6ഉം കട്ടായി കഴിഞ്ഞാൽ ഇവിടെ 2 കിട്ടും. അപ്പോൾ എന്താണ് പിന്നെ വന്നത്, 1/2 = n-1 എന്ന് കിട്ടി. n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 1/2 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3/2 വിച്ച് ഈസ് ഈക്വൽ ടു 1.5. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് 1.5 ആണ്.
സിംപ്ലിഫൈ ചെയ്യുന്നത് ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് ചെയ്തു, കാരണം എപ്പോഴും നമ്മൾ മാത്സ് ചെയ്യുമ്പം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പഠിക്കുക. തെറ്റുകൾ വരാം, പക്ഷേ നിങ്ങളത് ഫാസ്റ്റായി തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. എൻട്രൻസ് എഴുതാൻ പോകുന്നവരാണെങ്കിൽ അപ്പം നമുക്ക് മാത്സ്, അതായത് ഈ പ്രോബ്ലം സോൾവിങ് സ്കില്ല് കൂടും, മാത്തമാറ്റിക്കൽ സ്കില്ല് കൂടും. നിങ്ങൾക്കത് ചെയ്യാനായിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എൻട്രൻസ് എഴുതുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ കഴിവതും നമ്മൾ ഇങ്ങനെയുള്ള ന്യൂമറിക്കൽസൊക്കെ ഇതുപോലെ തന്നെ കാൽക്കുലേറ്റേഴ്സ് യൂസ് ചെയ്യാണ്ട് തന്നെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പഠിക്കണം. എല്ലാത്തിനും നമ്മൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എൻട്രൻസ് എഴുതാൻ പോകുമ്പോഴായിരിക്കും അവിടെ ബുദ്ധിമുട്ട് അറിയുക നിങ്ങൾ. അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ഗ്ലാസ് വിത്ത് റെസ്പെക്ട് ടു എയർ ആണ് എപ്പോഴും 1.5 ആയിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ വിത്ത് റെസ്പെക്ട് ടു എയർ 1.33 ആണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് എയർ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഈ വാല്യൂസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. നമുക്കിവിടെ 1.5 കിട്ടിയില്ലേ? കറക്റ്റ് അല്ല ആൻസർ? അതാണ്. ഓക്കെ, നെക്സ്റ്റ് ആ ചോദ്യം തന്നെ ഇപ്പോൾ ഈ 2023 ബോർഡിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. താഴേക്ക് നമുക്ക് നോക്കാം. നെക്സ്റ്റ്, സ്റ്റേറ്റ് ലോസ് ഓഫ് റിഫ്രാക്ഷൻ ഏതൊക്കെയാണ്? ഇൻസിഡൻറ്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് ദ നോർമൽ ലൈസ് ഇൻ ദ സെയിം പ്ലെയിൻ. പിന്നെന്താണ്? സ്നെൽസ് ലോ. ഇത് രണ്ടുമാണ്. സ്നെൽസ് ലോ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. Obtain a relation for the total deviation produced by a ray incident on a prism with the help of a ray diagram. അതായത് പ്രിസം ഫോർമുലയാണ്. ഡീവിയേഷൻ D is equal to I1 plus I2 minus A. ഡീവിയേഷൻ്റെ ഇക്വേഷൻ എന്താണ്? I1 plus I2 minus A ആണ് ഡീവിയേഷൻ്റെ ഇക്വേഷൻ. അത് ഡിറൈവ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പ്രിസം ഫോർമുല, പ്രിസത്തിൻ്റെ ഡയഗ്രാം വരയ്ക്കാൻ ചിലപ്പോൾ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഡയഗ്രാം തന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ തന്നെ അതിനകത്ത് തന്നെ ഡെറിവേഷൻ ചോദിക്കാം, പ്രിസം ഫോർമുല. അപ്പോൾ ഇത് രണ്ട് വീഡിയോ ആയിട്ടാണ് നമ്മുടെ ചാനലിലുള്ളത്. അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. ആദ്യത്തെ ഡയഗ്രത്തിനകത്ത് എങ്ങനെയാണ് ആ പ്രിസത്തിൻ്റെ ഡയഗ്രാം വരയ്ക്കേണ്ടതെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി 2022 സേ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. The velocity of light in a medium is 2.25 into 10 raised to 8 ആണ് meter per second. The refractive index of the medium is. അപ്പോൾ velocity of light in a medium തന്നിട്ടുണ്ട് 2.25 into 10 raised to 8 ആണെന്ന്. 2.25 into 10 raised to 8. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഏതാണ്? n is equal to c by v ആണ്. നമുക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ മീഡിയം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം കണ്ടുപിടിക്കണം. അപ്പോൾ n is equal to c by v ആണ്. അപ്പോൾ n is equal to c എന്ന് പറയുന്നത് 10 raised to 3 into 10 raised to 8 ആണ്, ഡിവൈഡഡ് ബൈ 2.25 into 10 raised to 8. ഇത് രണ്ടും കട്ട് ചെയ്യുക. നമുക്ക് 3 by 2.25 എന്ന് പറയുന്നത് 1.4 സംതിങ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരിക. കാരണം 3/2 എന്ന് പറയുന്നത് 1.5 ആണ്. അപ്പോൾ 3/2.25 എന്ന് പറയുമ്പോൾ 1.5നേക്കാളും കുറച്ച് താഴെയായിരിക്കും. 1.41 ആ റേഞ്ചിലായിരിക്കും വരുന്നുണ്ടാവുക കേട്ടോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. അപ്പോൾ ഇത് ഇക്വേഷൻ പഠിച്ചു വെക്കുക. എന്താണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ വാക്വം ടു വെലോസിറ്റി ഓഫ് ലൈറ്റ് ഇൻ എ മീഡിയം ആണ് കേട്ടോ. n is equal to c by v. Next, what will happen to the resolving power of an optical instrument if red light is replaced by violet light? Give reason. റിസോൾവിങ് പവർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ എബിലിറ്റിയാണ്. അതായത് രണ്ട് ഒബ്ജക്ട്സ് അടുത്തടുത്ത് വെക്കുകയാണെങ്കിൽ ആ ഒബ്ജക്ട്സിൻ്റെ ഇമേജ് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന രീതിയിലുള്ള, അങ്ങനെ കാണാൻ പറ്റുമെങ്കിൽ ആ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ റിസോൾവിങ് പവർ വളരെ ഹൈ ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ദ റിസോൾവിങ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ എബിലിറ്റി ഓഫ് ആൻ ഇൻസ്ട്രുമെൻറ്റ് to clearly differentiate the two objects which are placed very close to each other. അടുത്തടുത്ത് വെച്ചിരിക്കുന്ന രണ്ട് ഒബ്ജക്ട്സിൻ്റെ ഇമേജ് നമുക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ എബിലിറ്റിയാണ് റിസോൾവിങ് പവർ എന്ന് പറയുന്നത്. ഈ റിസോൾവിങ് പവർ എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. അപ്പോൾ റെഡ് ലൈറ്റിനെ വയലറ്റ് ലൈറ്റ് വെച്ച് റീപ്ലേസ് ചെയ്യുകയാണ്. റെഡ് ലൈറ്റിനെക്കാട്ടിലും വേവ് ലെങ്ത് കുറവാണ് വയലറ്റ് ലൈറ്റിന്. സോ റിസോൾവിങ് പവറിന് എന്ത് സംഭവിക്കും? റിസോൾവിങ് പവർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പം വേവ് ലെങ്ത് കുറയുമ്പോൾ റിസോൾവിങ് പവർ കൂടും. ബിക്കോസ് റിസോൾവിങ് പവർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത്. അതാണ് അതിൻ്റെ റീസൺ. You might have noticed while moving in a bus or a car during hot summer day, a distant patch of surface of road appears to be wet. This is due to total internal reflection. നമ്മൾ നേരത്തെ പറഞ്ഞു മിറാഷ് എന്ന് പറയുന്ന സംഭവം, ചൂടുള്ള സമയത്ത് ഇങ്ങനെ നല്ലൊരു സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ നമുക്ക് റോഡിൽ ഇങ്ങനെ വെള്ളം കിടക്കുന്ന പോലെയൊക്കെ ഒന്ന് ഫീൽ ചെയ്യും അല്ലേ? അതെന്താണ്? മിറാഷാണ്. അത് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ കാരണമാണ്. Write the conditions for the phenomenon of total internal reflection. TIR ഫിനോമിനൻ എന്താണ്? ഒന്നാമത്തത്
TIR ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വീഡിയോയിലുണ്ട്, എന്നാലും ഒന്നും കൂടെ പറഞ്ഞു തരാം. ഒരു ആംഗിള്, അതായത് ഒരു ഡെൻസർ മീഡിയത്തിൽ നിന്ന് ഒരു റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഇൻസിഡൻറ്റ് ലൈറ്റ് വന്ന് വീഴുന്നു, ഇവിടെ എന്ത് സംഭവിക്കും? ഇങ്ങനെ റിഫ്രാക്റ്റ് ചെയ്ത് പോകും അല്ലേ. പിന്നെ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂട്ടുമ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ പിന്നെയും കൂടും. ഒരു പെർട്ടിക്കുലർ ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് 90 ഡിഗ്രി എന്ന് കിട്ടും. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് എന്ത് പറയുന്നത്? ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയും. അപ്പോൾ എന്താണ് ക്രിട്ടിക്കൽ ആംഗിൾ? ഏത് ആംഗിൾ ഓഫ് ഒരു ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 90 ഡിഗ്രി കിട്ടണമെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയായിരിക്കണം? ആ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയാണ് ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിൾ എന്താണെന്ന് മനസ്സിലായല്ലേ? ഇനി ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എടുക്കുകയാണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്തായിരിക്കും? ഇങ്ങനെ പോകും. എവിടെ നിന്നാണോ ലൈറ്റ് വന്ന് വീണത് അതേ മീഡിയത്തിലേക്ക് തന്നെ റിഫ്രാക്ഷൻ നടക്കും. എന്ന് വെച്ചാൽ റിഫ്ലക്ഷൻ നടക്കുന്നത് പോലെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഇവിടെ കിട്ടിയ ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും ബൈ ഒബേയിങ് ദ ലോ ഓഫ് റിഫ്ലക്ഷൻ. ഇതിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഈ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ 100% റിഫ്ലക്റ്റ് ചെയ്യും. സാധാരണ റിഫ്ലക്ഷനിൽ, സാധാരണ മിറേഴ്സിൻ്റെ നോർമൽ റിഫ്ലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ലൈറ്റ് റിഫ്രാക്റ്റ് ചെയ്തും കൂടെ പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷനകത്ത് വന്ന് വീഴുന്ന ഫുൾ ലൈറ്റും റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകും. അപ്പോൾ അതാണ് TIR എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരിക്കും കണ്ടീഷൻസ് എന്ന് പറഞ്ഞേ? ഒന്നാമത്തെ കണ്ടീഷൻ, ലൈറ്റ് മസ്റ്റ് ട്രാവൽ ഫ്രം എ ഡെൻസർ മീഡിയം ടു എ റെയറർ മീഡിയം. രണ്ടാമത്തെ കണ്ടീഷൻ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാട്ടിലും കൂടുതലായിരിക്കണം. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ക്രിട്ടിക്കൽ ആംഗിൾ ആയിരിക്കണം. അത് രണ്ടുമാണ് കണ്ടീഷൻസ്. Write the relation between refractive index and critical angle of the medium. ക്രിട്ടിക്കൽ ആംഗിളും റിഫ്രാക്റ്റീവ് ഇൻഡെക്സും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. N is equal to 1/sin C. C എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ ആംഗിളാണ്, നോട്ട് വെലോസിറ്റി ഓഫ് ലൈറ്റ്. N is റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ആ മറ്റേ റിലേഷൻ N is equal to C/V. ഇതെന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ വാക്വം ആണ്, ഇത് വെലോസിറ്റി ഓഫ് ലൈറ്റിൻ്റെ മീഡിയം ആണ്. ഇത് 1/sin C. C is ക്രിട്ടിക്കൽ ആംഗിൾ കേട്ടോ. ഓക്കെ, ഇത് വെച്ചിട്ടൊക്കെ പ്രോബ്ലംസും ചോദിക്കാവേ. യെസ്. Next, a thin lens is a transparent optical medium bounded by two surfaces, at least one of which should be spherical. What is the SI unit of the power of the lens? എന്താണ് ലെൻസിൻ്റെ ഇക്വേഷൻ? പവറിൻ്റെ യൂണിറ്റ് ഇതാണ്, ഡയോപ്റ്റർ ആണ്, ക്യാപിറ്റൽ D വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുക. നെക്സ്റ്റ്, two thin convex lenses of focal length f1 and f2 are kept in contact with each other. Draw a neat ray diagram, obtain an expression to find the equivalent focal length of the combination. അതായത് കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഇൻ കോണ്ടാക്ട് എന്ന് പറഞ്ഞ് രണ്ട് കുഞ്ഞ് കോൺവെക്സ് ലെൻസസ് ചേർത്ത് വെക്കുമ്പോൾ രണ്ടുപേരുടെയും കോമ്പിനേഷനിൽ വരുന്ന ഫോക്കൽ ലെങ്തിൻ്റെ ഇക്വേഷൻ്റെയൊക്കെ ഒരു ഡെറിവേഷനാണ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ് വരിക: 1/F. ക്യാപിറ്റൽ F എന്ന് പറഞ്ഞാൽ രണ്ട് ലെൻസിൻ്റെ കൂടെ കോമ്പിനേഷൻ വിൽ ബി ഈക്വൽ ടു 1/F1 + 1/F2 ആണ്. ഇതാണ്. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ അത് വെച്ചിട്ടുള്ള പ്രോബ്ലമാണ് അടുത്തത്. Two thin convex lenses of focal length 10 cm and 20 cm kept in contact with each other. Find the equivalent focal length and power of the combination. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ നിങ്ങൾ പഠിക്കണം. രണ്ട് തിൻ ലെൻസസ് ഇങ്ങനെ വെച്ചിട്ടുള്ള, ഇങ്ങനെ ഇവിടെ നിന്ന് ഒരു ഒബ്ജക്റ്റ് പോകുന്നു, ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്ന ഒരു ഡയഗ്രാം ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡെറിവേഷൻ ഉണ്ട്. നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ, അത് കണ്ടാൽ മതി, മനസ്സിലാവും. എളുപ്പമുള്ള ഡെറിവേഷനാണേ. അപ്പോൾ നമുക്കിവിടെ 1/F1 എത്രയാണ് തന്നിരിക്കുന്നത്? F1 തന്നിരിക്കുന്ന 10ഉം മറ്റേത് 20 ആണ്. അപ്പം 1/10 + 1/20. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഫോക്കൽ ലെങ്ത് ക്യാപിറ്റൽ Fൻ്റെ വാല്യൂ കിട്ടും. ക്യാപിറ്റൽ Fൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ പവർ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 1/F ചെയ്താൽ മതി. പക്ഷേ ക്യാപിറ്റൽ F ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് സെൻറ്റിമീറ്റേഴ്സിലായിരിക്കും ഇവിടെ കിട്ടുക, അതിനെ മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇത്ര ചെയ്താൽ മതി. സെൻറ്റിമീറ്റേഴ്സിൽ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ 100/F എന്ന് ചെയ്താലും മതി. മനസ്സിലായോ? P is equal to 100/F എന്ന് ചെയ്യാം. F is in സെൻറ്റിമീറ്റേഴ്സിലാണെങ്കിൽ, F മീറ്റേഴ്സിലാണെങ്കിൽ 1/F എന്ന് ചെയ്യാം. ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ വരും. നെക്സ്റ്റ്, ക്രിട്ടിക്കൽ ആംഗിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ കളർ ഓഫ് ലൈറ്റ് വെദർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ട്രൂ ഓർ ഫോൾസ്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിൾ കളറിനെ ഡിപ്പെൻഡ് ചെയ്യത്തില്ലേ? കാരണം ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വേവ് ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ കളർ മാറുന്നതിനനുസരിച്ച് വേവ് ലെങ്ത് മാറും. അപ്പോൾ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഇസ് ഡിപ്പെൻഡിങ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്. അപ്പോൾ എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഡിപ്പെൻഡ്സ് ഓൺ ദ വേവ് ലെങ്ത് ഓഫ് ദ ലൈറ്റ്, സോ ക്രിട്ടിക്കൽ ആംഗിൾ വേരീസ് വിത്ത് ദ കളർ ഓഫ് ദ ലൈറ്റ്. മനസ്സിലായോ? കാരണം നമുക്കിപ്പോൾ ഇക്വേഷൻ അറിയാം, N is equal to 1/sin C ആണ്. അപ്പോൾ C ക്രിട്ടിക്കൽ ആംഗിൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അനുസരിച്ച് മാറും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മാറുക എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും വേവ് ലെങ്ത്തും ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പോൾ ക്രിട്ടിക്കൽ ആംഗിളും വേവ് ലെങ്ത്തും ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. വേവ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ മാറുന്നതിനനുസരിച്ച് വേവ് ലെങ്ത്ത് മാറും. ഓക്കെ,
അടുത്തത് കോൺകേവ് ലെൻസ് ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 is immersed in a medium of refractive index 1.65. വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദ ലെൻസ്? വളരെ നല്ലൊരു ചോദ്യമാണിത്. നമുക്കൊരു ലെൻസ് ഉണ്ട്, ഒന്നുകിൽ ഒരു കോൺവെക്സ് ലെൻസ് അല്ലെങ്കിൽ കോൺകേവ് ലെൻസ്. ഈ ലെൻസ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെക്കാട്ടിലും കൂടുതലുള്ളൊരു മീഡിയത്തിലേക്ക് ഇമേഴ്സ് ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ വെക്കുവാണെങ്കിൽ ആ ലെൻസിൻ്റെ ആക്ഷൻ റിവേഴ്സ് ആവും. അതായത് ഒരു കോൺകേവ് ലെൻസാണ്, ഇപ്പോൾ നോക്കിയേ, കോൺകേവ് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് അല്ല റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 ആണ്. ഇത് വെക്കുന്ന മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.65, അതിനേക്കാളും കൂടുതലല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുക? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലുള്ള മീഡിയത്തിൽ വെക്കുമ്പോൾ എന്ത് സംഭവിക്കും? കോൺകേവ് ലെൻസ് കോൺവെക്സ് ലെൻസായിട്ട് ആക്ട് ചെയ്യും. ഇനി കോൺവെക്സ് ലെൻസാണ് എടുക്കുന്നതെങ്കിലോ കോൺവെക്സ് ലെൻസ് കോൺകേവ് ലെൻസായിട്ട് ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ ആക്ഷൻ ഈസ് റിവേഴ്സ്ഡ്. അതാണ് അവിടെ സംഭവിക്കുക. മനസ്സിലായല്ലോ? ഓക്കെ. അടുത്തത് ചോദിച്ചിരിക്കുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. അപ്പം മിസ് നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ്, ഇതിൻ്റെ മൂന്നിൻ്റെയും റേ ഡയഗ്രം ഒന്ന് വരച്ചിട്ട് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ്റെ ഇക്വേഷൻ എങ്കിലും പഠിച്ചിട്ട് പോകാം. ഡെറിവേഷൻ വേണ്ട, ഇക്വേഷൻ ഒന്ന് പഠിച്ചിട്ട് പോകാം കേട്ടോ. Then obtain an expression for the magnification produced by a compound microscope ആണ്. ഇപ്പം പറഞ്ഞിട്ടേ ഉള്ളൂ, ഡെറിവേഷൻ പഠിക്കേണ്ടെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. പക്ഷെ അപ്പോഴേക്കും അവിടെ obtain an expression എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നാളത്തേക്ക് അത് പഠിച്ചിട്ടില്ല എങ്കിൽ സാരമില്ല, അത് വിട്ടേക്കാം, നമുക്ക് മോഡലൊക്കെ ആകുമ്പോഴത്തേക്കും പഠിക്കാം. അപ്പോൾ തൽക്കാലം അതിൻ്റെ റേ ഡയഗ്രം എങ്കിലും ഒന്ന് വരയ്ക്കാൻ പഠിച്ചേക്കൂ കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ഇതാ ഗ്ലാസ് പ്രിസത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളത് സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു അല്ലേ? Then show graphically the variation of angle of deviation with angle of incidence for a ray of light. എന്താ പറയുക, നിങ്ങളിപ്പം പ്രിസത്തിൻ്റെയൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എക്സ് ആക്സിസിലും ആംഗിൾ ഓഫ് ഡീവിയേഷൻ വൈ ആക്സിസിലും എടുക്കുകയാണെങ്കിൽ ഗ്രാഫ് എങ്ങനെയാണ് കിട്ടുക? ആദ്യം ഇങ്ങനെ കുറഞ്ഞു വരും, പിന്നെ അങ്ങ് കൂടി വരും അല്ലേ? ഈ ചെറിയ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്താ പറയുക? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ എന്ന് പറയും. ഇതാണ് അതിൻ്റെ ഗ്രാഫ്, അതാ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. Next, if the refractive index of the material of the prism is 1.49, find the critical angle of the prism. കണ്ടോ, ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ n is equal to 1/sin c അല്ലേ? നമുക്ക് c ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ sin c is equal to 1/1.49. c കണ്ടുപിടിക്കാൻ എന്താ ചെയ്താൽ മതി? sin inverse of 1/1.49 ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് 42 ഡിഗ്രിയാണ് കിട്ടുന്നത് കേട്ടോ. ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് ഗ്ലാസ് എന്ന് പറയുന്നത് 42 ഡിഗ്രിയാണ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.49 അതായത് 1.5 ഒക്കെ ആണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ വരിക 42 ഡിഗ്രിയാണ്. അത് നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ഷിഫ്റ്റ് അടിച്ചിട്ട് സൈൻ അടിക്കുമ്പം നിങ്ങൾക്ക് സൈൻ ഇൻവേഴ്സ് എന്ന് കിട്ടും. എന്നിട്ട് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 42 ഡിഗ്രിന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാർച്ച് 2023. അപ്പോൾ ഇത് കണ്ടോ, നമ്മളിപ്പോൾ ഇത്രയും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ വരുന്ന ന്യൂമറിക്കൽസ് ഒക്കെ കണ്ടില്ലേ? ഇതുപോലുള്ള ന്യൂമറിക്കൽസ് ഒക്കെ തന്നെ ചോദിക്കുള്ളൂ. ഇതിപ്പോൾ എല്ലാ ടോപ്പിക്സും കവർ ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്തതിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ന്യൂമറിക്കൽസിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ദെൻ വാട്ട് ഈസ് ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഡിറൈവ് ദ എക്സ്പ്രഷൻ ഫോർ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ പ്രിസം വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഡയഗ്രാം. അതായത് ഏതാണ്? പ്രിസം ഫോർമുല. അടുത്തത് 22ാമത്തത് ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാനും. പിന്നെ ഈ ചോദ്യം കണ്ടോ, മുന്നേ ഉള്ള വർഷത്തിൽ ചോദിച്ച അതേ ചോദ്യം വാല്യൂ പോലും മാറ്റാണ്ട് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്താലുണ്ടാവുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള സംഭവം. നമുക്ക് ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരാം. ഇപ്പം നമ്മൾ ഈ 3 വർഷത്തെ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലുള്ള ക്വസ്റ്റ്യൻസാണ് ചെയ്തത്. അതും ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ചെയ്തത്. നിങ്ങൾ അറിയുന്നില്ല, ഇന്നിപ്പോൾ നമ്മൾ 4 ചാപ്റ്റേഴ്സിലെ 3 വർഷത്തെ സേ, മോഡൽ ആൻഡ് ബോർഡിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 4 വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആ ചാപ്റ്റേഴ്സ് ഫുള്ള് പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ, അതായത് ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നിങ്ങളിപ്പോൾ ചെയ്ത് കഴിഞ്ഞത് ഈ 4 ചാപ്റ്റേഴ്സിനും കൂടെ അല്ലേ? സേ, പിന്നെ മോഡല്, ബോർഡ്. അപ്പം 3 വർഷത്തെ എന്ന് പറയുമ്പോൾ 3 into 3 9 ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് നിങ്ങളിപ്പോൾ ചെയ്ത് കഴിഞ്ഞു. പക്ഷെ നമ്മൾ അറിയുന്നില്ല അല്ലേ? കാരണം കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് വന്നിരിക്കുന്നത് കൊണ്ടാണത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴുണ്ടാവുന്ന ഗുണം കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. ഇനി മിസ്സിനൊരു ചെറിയൊരു ക്ലാസ് ഉണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾക്കിനി എന്തെങ്കിലും പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ മിസ്സിനൊന്ന് മെസ്സേജ് ഇടുക. കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മളത് വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാമിനേഷൻ. ഇപ്പം നമ്മളിനി വീഡിയോ ഇട്ടില്ലെങ്കിലും ഓൾ ദി ബെസ്റ്റ് ഫോർ ദ എക്സാമിനേഷൻ. നിങ്ങൾ ടെൻഷനൊന്നും അടിക്കേണ്ട. നമുക്ക് മോഡലും ബോർഡ് എക്സാമൊക്കെ കിടക്കുകയല്ലേ, അപ്പോൾ നമുക്ക് ഉഷാറാക്കാം. നാളത്തെ പരീക്ഷ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ പോയിട്ട് എഴുതുക. അതിനിടയ്ക്ക് ഒരു പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ജാനുവരിയിൽ വരുന്നുണ്ട്, അത് നമുക്ക് തകർക്കണം. അതിൻ്റെ വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയാം. ഒത്തിരി പേര് ഡൗട്ട് ചോദിക്കുന്നുണ്ട്, അവർക്കൊക്കെ ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി പ്രാക്ടിക്കൽസിൻ്റെ കുറേ ടിപ്സും ടെക്നിക്സൊക്കെ നമുക്കൊന്നും പഠിച്ചെടുക്കണം. എങ്ങനെയാണ് പ്രാക്ടിക്കൽസ് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുക, ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ
പിന്നെ എന്താണ്, പിന്നെ നമുക്ക് ബോർഡ് എക്സാമിന് മോഡൽ എക്സാമിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പഠിക്കണം. +1 മാർക്സ് കുറഞ്ഞവരൊന്നും സങ്കടപ്പെടേണ്ട, നമുക്ക് +2 നല്ല അടിപൊളിയായിട്ട് പഠിച്ച് മാർക്സ് വാങ്ങാം കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മിസ്സിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും, നിങ്ങൾക്ക് ചോദിക്കാം, ക്ലിയർ ചെയ്യാം. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ റിപ്ലൈ ചെയ്യുന്നതും. ഒരു പ്രശ്നമില്ല, നിങ്ങളൊന്നും മടിക്കേണ്ട ആവശ്യമില്ല, ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടെ നാളത്തെ എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. ഇനി ഞാൻ പറയാം, നിങ്ങൾക്ക് ചെയ്യണം, വീഡിയോ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയം നോക്കിയിട്ട് അതിനനുസരിച്ച് ചെയ്യാം. ഓക്കെ, ബൈ.